കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ഈ ഏരിയ എല്ലാം ഞങ്ങളാണ് വൃത്തിയാക്കി പറക്കിയിടുന്നത്. ഇട്ടാലും പിന്നെയും കൊണ്ടുവന്നിടും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശല്യം അട്ടയും പുഴുവാണ്. അട്ടയെ കൊണ്ട് ഞങ്ങൾ തോറ്റു നിൽക്കുക. ആരോട് പറയാനാന്നുള്ള മട്ടിൽ ഞങ്ങളിത് സഹിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് റോഡരിയിലും കനാലിലേക്കും ഒറ്റയേറിഞ്ഞിട്ട് പോവുക ചെയ്യണം. നമസ്കാരം, ന്യൂസ് ഡെസ്ക് കേരളയിലേക്ക്. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്ത് കനാൽ റോഡിൽ മാലിന്യം തള്ളിവരെ പിടികൂടിയിട്ടും പിഴ ഈടാക്കാതെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പരാതി. ഇടവെട്ടി കനാൽ റോഡിൽ ഈ മാസം 23-ന് രാവിലെയാണ് മാലിന്യം നിക്ഷേപിച്ചത്. ഇത് കണ്ട പ്രദേശവാസിയായ സ്കൂൾ വിദ്യാർത്ഥിനി മാലിന്യം തള്ളിയവരുടെ ഫോട്ടോ സഹിതം പഞ്ചായത്തിലെത്തി രഹസ്യവിവരം കൈമാറിയിരുന്നു. ഉടൻ തന്നെ പഞ്ചായത്തിൽ നിന്നും 2 ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി സംഭവം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി. എന്നാൽ മാലിന്യം നിക്ഷേപിച്ചവരെ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി പിഴയടപ്പിക്കാനുള്ള നീക്കത്തിനിടെ പഞ്ചായത്ത് അംഗം ഇടപെട്ട് കുറ്റക്കാരെ സംരക്ഷിച്ചു എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് റോഡരിയിലും കനാലിലേക്കും ഒറ്റയേറിഞ്ഞിട്ട് പോവുക ചെയ്യണം. സാധാരണ ആ ഏരിയയിലേക്കേ പോകാൻ പറ്റൂല. ഇപ്പൊ മനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആൾക്കാർക്കാണ് അത് ഏറ്റവും പാടായിട്ട് വന്നു ചേരണത്. മണവും കൊതുകും, കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് കൊതുകിന്റെ ശല്യമാണെങ്കിലും മണമാണെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് അടുക്കാൻ പറ്റില്ല. അത്രയും സ്മെല്ലായിരിക്കും ഇവിടെ. കുറച്ചൊരു 2 വർഷം മുമ്പേ പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ വന്ന് കാര്യമായിട്ട് അവർ നല്ല രീതിക്ക് തന്നെ വന്ന് എല്ലാം ക്ലിയർ ആക്കി കുഴിച്ചിട്ടൊക്കെ ഇട്ട് പോയാൽ പിന്നെയും പണ്ടത്തെ അവസ്ഥ തന്നെ തുടരുക. നമ്മളെ വേസ്റ്റ് ഇടരുതെന്ന് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ട് പോലും അവര് ചക്കമടലും മീൻ വെട്ടിയതും തലേന്നത്തെ വേസ്റ്റ് എല്ലാം അവിടെ കൊണ്ടിടും കനാലിലെ വെള്ളമൊന്നും കുളിക്കാനൊന്നും കൊള്ളുകയില്ല കേട്ടോ. അത് മുഴുവൻ വേസ്റ്റാ. ഇപ്പൊ പോയി നോക്കിയാലും കാണാം നിറയെ വേസ്റ്റ്. ഈ കനാലിൻ്റെ സൈഡിൽ മൊത്തം വേസ്റ്റുകളാണ്. നമ്മൾ ആരോട് പരാതി പറഞ്ഞിട്ടൊന്നും ഒരു തീരുമാനവും ഇല്ല ഇതിന്. കുട്ടികളുമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടെ ഭയങ്കര സ്മെല്ലും ഒക്കെയാണ്. ഞങ്ങൾ പല പ്രാവശ്യം പരാതിയും അതുമായിട്ട് പറഞ്ഞിട്ടും ഒന്നും ഒരു തീരുമാനവും ഇതിനില്ല. എല്ലാവരും വന്ന് വണ്ടികളിൽ കൂടെ വലിച്ച് എറിഞ്ഞിട്ട് പോവുക. അവിടെ ഏതാണ്ട് 7 വർഷം മുമ്പാണ് ഈ നമ്മുടെ ഇടവെട്ടി വനം ഒരുപാട് സന്നദ്ധ സംഘടനകളും അതുപോലെ അന്നത്തെ വാർഡ് മെമ്പറും ഒരുപാട് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി വൃത്തിയാക്കിയത്. അപ്പം അന്ന് ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്ത് അന്നത്തെ കുറച്ച് സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും അങ്ങനത്തെ ഇതിലെ വഴി നടക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമാകുന്ന രീതിക്ക് ഒത്തിരി കാര്യങ്ങൾ അന്ന് ചെയ്തതായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്താ ഈ ഒരു ഭാഗത്തേക്ക് ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ തന്നെ മാലിന്യങ്ങൾ വീണ്ടും വന്നു തുടങ്ങി. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ആളുകൾക്ക് ഇതിൽ നടന്നു പോകാനും അതുപോലെ തന്നെ മറ്റേ ദുർഗന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോകാനൊക്കെ പറ്റിയിരുന്നു. ഇപ്പം വീണ്ടും പഴയ രീതിക്ക് വേസ്റ്റുകൾ വന്നു തുടങ്ങി, മാലിന്യങ്ങൾ വന്നു തുടങ്ങി. അപ്പം അതൊക്കെ എല്ലാം കൊണ്ടും പൊതു ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് ഈ 1-2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഇവിടുന്ന് വേസ്റ്റ് പിടിക്കുകയും അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് ഇട്ടവരെ പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതിന് വേണ്ട നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതൊക്കെ ശരിക്കും നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ വേസ്റ്റ് കൊണ്ട് ഇടുന്നത് കണ്ടോ? ഇതിനൊരു നടപടിയില്ല. ഭയങ്കര മണമാണ്. ഏത് സമയവും ചീഞ്ഞതും പുഴുത്തതും എല്ലാം കൊണ്ടുവന്നിടുക. ഇഷ്ടം പോലെ ആൾക്കാരിടുക. നമ്മൾ പറഞ്ഞാൽ നമ്മളോട് ദേഷ്യം അവർക്ക്.